കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് എറണാകുളത്തുള്ള നാഷണൽ ഹൈവേ NH-966A. കളമശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കണ്ടെയ്നർ ടെർമിനൽ വരെ പോകുന്ന നമ്മുടെ സ്വന്തം കണ്ടെയ്നർ ടെർമിനൽ റോഡ് 17 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു 4 വരി ഹൈവേ ഉള്ളത്. ഈ 17 കിലോമീറ്ററിൽ ആകെ 24 പാലങ്ങളുമുണ്ട്. ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് കടമക്കുടി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ മധ്യഭാഗത്തു കൂടിയാണ്. കടമക്കുടിയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ കണ്ടെയ്നർ റോഡിൽ നിന്ന് പുതിയൊരു പാലമൊക്കെ പണിത് റോഡൊക്കെ വീതി കൂട്ടി വിശാലമാക്കി കൊണ്ടുവരുന്നുണ്ട്. എറണാകുളത്തിന് അടുത്ത് ശരിക്കും ചില്ലാവാൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം കടമക്കുടിയാണ്. ഇന്നലെ കംപ്ലീറ്റ് നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ജോണേട്ടൻ്റെ ആ ഒരു ചെമ്മീൻകെട്ടും റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നമ്മൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ ബാക്കിയുണ്ട്. നമുക്ക് ഒരു ഈവനിങ് സൺസെറ്റും അതേപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയത്ത് ഒരു അടിപൊളി കയാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ കടമക്കുടിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഷാപ്പിലും കൂടെ നമുക്ക് പോകണം. കടമക്കുടി ഷാപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിനും കള്ളിനുമൊക്കെ വളരെ ഫേമസ് ആണ്. എന്തായാലും ടെക് ട്രാവൽ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നീ എവിടാടാ? ഞങ്ങളൊന്നും വേണ്ട ഇപ്പോ. പിന്നെ നീ ഫുൾ ഇപ്പൊ ചാട്ടം മതിയാ? കട്ടാ കട്ടാ കട്ടാ. ഋഷ ഇവിടെ വന്നിരിക്കും. വാ ഇവിടെ വാ. നീ പണിക്കാരനായോ ഇവിടെ? എന്താ നീ ബോട്ടിലെ സ്ട്രോങ് ആണോ? ആണല്ലേ? അപ്പൊ ഞങ്ങള് കടമക്കുടി മച്ചാന്റെ ബോട്ടില് കടമക്കുടി മച്ചാനല്ലേ, കടൽ മച്ചാനല്ലല്ലോ? അല്ല, കടമക്കുടി മച്ചാന്റെ ബോട്ടില് നമ്മള് കള്ള് ഷാപ്പിൽ പോവാണ്. തോക്ക് കിട്ടി തോക്ക് വെടിവെക്കോ? എങ്ങനെയാ വെടിവെക്കുന്നേ? അപ്പനെ അല്ലേ? കൊള്ളാം. ടുഷു ആദ്യം അമ്മനെ വെടിവെച്ചു. വെക്ക്. ലോഡ് ചെയ്തിട്ട് വെടിവെക്കേ. അപ്പായ വെടിവെക്കോ? അയ്യോ, അപ്പായാണോ വെടിവെക്കാൻ പോകുന്നേ? വെച്ചോ. ശരിക്കും പിടിക്കും, നിവർത്തി പിടിക്കണം. അയ്യോ അയ്യോ അയ്യോ, എന്നെ വെടിവെച്ചേ. ഇത് ആന്റണിയുടെ ഫാമിലി ബോട്ടാണ് ഇതല്ലേ? ഞാനിവിടെ വന്ന് ഇവിടൊക്കെ ചുറ്റിപ്പറ്റി കറങ്ങി നടന്ന് കണ്ടപ്പോഴത്തേക്കിനും അവരുടെ വീട്ടിൽ കിടക്കുന്ന ബോട്ട് എടുത്തിട്ട് കള്ള് ഷാപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കടമക്കുടിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് അവിടെ തിരക്ക് കുറവാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനായിരിക്കും തിരക്ക് വരുന്നതെന്ന് തോന്നുന്നു. ചുറ്റിനും മനോഹരമായിട്ടുള്ള ഇതുപോലെയുള്ള ഫിഷിംഗ് നെറ്റുകളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് ബോട്ടിൽ വരാം, നടന്ന് വരണം. വണ്ടി വരത്തില്ല ഇവിടെ. ബോട്ടിൽ അല്ലെങ്കിൽ നടന്ന് വരേണ്ട ഒരു കള്ള് ഷാപ്പ്. നല്ല മീൻ വറുത്ത മണമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്ത് സ്ഥലമാണ് ഇത് അറിയോ? കടമക്കുടി അല്ലേ? അമ്മ വരുന്നില്ല. നമുക്ക് പോയിട്ട് വരാം. ഞാൻ പിടിച്ചോളാം. ഇതാണ് കള്ള് ഷാപ്പ്. ഇവിടെ എപ്പോഴാണ് ചേട്ടാ കള്ള് വരുന്നേ? വന്നോ? അത് ശരി. കള്ള് ചോളി ലൈസൻസി PV ഹരിദാസ്. ചേട്ടനാണോ ഹരിദാസ് അതോ വേറെ ആളാണോ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജനകൻ. അടിപൊളി. ജനകേനാണോ? പിന്നെ ശ്രീധരച്ചന്റെ പേര്. ഓ അത് ശരി. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, നല്ല കള്ളാന്ന്. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ മീൻ വറുത്തതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അരച്ച് കയറും. അതേപോലത്തെ മണമാണ് ഇവിടെ. എന്തായാലും ആളുകളൊക്കെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് വേറെ സ്ഥലത്ത് ഫുഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല. എന്തായാലും സംഭവം വെറൈറ്റിയാണ്. ചേട്ടന് കക്ക വാരിയിട്ട് വീട്ടിൽ പോകണം. അതുകൊണ്ട് പോകണം കേട്ടല്ലേ. മീറ്റ് കൊടുത്താൽ പൈസയാണ്. അതിന്റെ പുറത്ത് ഇത്തലെന്ന് പറയുന്നത് അതിന്റെ പുറത്തെ ആ ഒരു ഷെല്ല് അത് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുമല്ലോ. ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുമല്ലോ. അതെ. അങ്ങനെ ഒരു ബോട്ട് യാത്ര എല്ലാം തിരിച്ച് കാറ്റടിച്ച് വന്നപ്പോഴത്തേക്കും ഉറക്കം വരുന്നല്ലേ? ഉറക്കം വരുന്നത്.
ഋഷിയെ എന്തുവാടാ? നിക്ക് നീ അവിടെ നിക്ക്, വെയിറ്റ് ചെയ്യ്. ഞങ്ങള് വന്നിട്ട് ഞങ്ങളൊന്നും വരണ്ട പോവാനായിട്ട്. പോവാ ഇറങ്ങി ഇവിടെ നിക്കണം, ഞങ്ങള് വന്നില്ലടാ. അപ്പൊ കടമക്കുടി മച്ചാൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ വരൂ. എങ്ങനെയുണ്ട്? എനിക്ക് ആ ഷോട്ട് കിട്ടിയില്ല. ഋഷിക്ക് വേണോ കോഴിക്കട്ട? കോഴിക്കട്ട വേണോ? ഞങ്ങള് ചെറിയൊരു ഉറക്കം ഉറങ്ങി 1.5 മണിക്കൂർ. വെജ് കട്ട്ലേറ്റ്. അപ്പോ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ടൈം ഇൻ കടമക്കുടി. അപ്പോ സീ യു അഗൈൻ. ഓക്കെ എടാ ജോൺ ചേട്ടനോട് ബൈ പറ. ടാറ്റ പറ. ഇനി വരുമ്പോ എനിക്ക് ഫിഷ് ഫീഡ് ചെയ്യാൻ കുറെ സമയം കൊടുക്കണം കേട്ടോ. എടാ താഴെ ഇറങ്ങി നടക്കടാ. അവന് ശരിക്കും ബൈജു ചേട്ടനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് കേറി ഇരിക്കുന്ന കണ്ടില്ലേ? താഴെ ഇറങ്ങാൻ. കയാക്ക് ചെയ്യാൻ വരുന്നോ? പേടിയാണോ? കുറച്ച് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അപ്പ കൊണ്ടോ. ലൈഫ് ജാക്കറ്റ് ഇട്ടിരുന്നാ മതി. വരുന്നോ? ലൈഫ് ജാക്കറ്റ് കണ്ടോ? അപ്പ കൊണ്ടാം, ഞങ്ങള് കൊണ്ടാം. നീ പേടിക്കൊന്നും വേണ്ട. അപ്പ ഉള്ളപ്പോ ഋഷി പേടിക്കണോ? എന്നാ ലൈഫ് ജാക്കറ്റ് ഇട്ടിരുന്നാ മതി. പേടിയൊന്നും വേണ്ട, സെറ്റാണ്. ഇതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ, ഈ പ്രായത്തിലേക്ക് ഇതൊക്കെ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? പിന്നെ ഋഷി വലുതായല്ലോ. ഋഷി വലുതായില്ലേ, ബിഗ് ബോയ് ആയില്ലേ? സാധാരണ രീതിയിൽ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം മോൻ ചോദിക്കാണേ, ഞാൻ വലുതായോ അമ്മ ഇതൊക്കെ ചെയ്യാൻ? വരുന്നോ? എന്നാ ബാ, പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ അവന് പറഞ്ഞുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാം. ബാ, നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് അപ്പ കൊണ്ടുപോകാമേ കേട്ടോ. ബാ, പേടിക്കരുത്, നല്ല വിളിക്കരുത്, കരയരുത്. ഓക്കെ? അപ്പൊ ഇവിടെ ഇത്രയും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ബാ ബാ. ഹായ് ചേട്ടന്മാർ, പറയൂ എല്ലാവരും. ഹലോ പറയൂ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. ഇവൻ ഹേമന്ത് പലതവണ കണ്ടിട്ടുണ്ട്. ഹേമന്ത്, ഇയാളുടെ പേരെന്താ? ഫെബിൻ. ഇയാളുടെ പേര് ആസിഫ്. ഇവൻ അജിത്, മലയാളം ടെക്. ഹലോ, പോവാം. കേറി ഇരിക്കണം. ഓക്കെ സെറ്റ്. ഹൈഫൈ നമ്മൾ പോവും. ഹൈഫൈ ഹൈഫൈ ആണ്. റെഡി? പേടിയില്ലല്ലോ? അത് ഊരരുത് കേട്ടോ. ഇനി നീ വെള്ളത്തിൽ പോയാലും നിനക്കൊന്നും പറ്റൂല, നീ പൊങ്ങി കിടക്കും. ഹലോ, ഇവിടെ നോക്ക്. ഇനി നീ ഇവിടെ നോക്കടാ. എടാ ഇവിടെ നോക്ക്. നീ ഇനി വെള്ളത്തിൽ വീണാലും നിനക്കൊന്നും പറ്റൂല. ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മുങ്ങത്തില്ല കേട്ടോ. മുങ്ങോ? ഇല്ല. വാടാ പോടാ. എടാ ഞങ്ങൾ എല്ലാരും ഉണ്ട്, കണ്ടില്ലേ? നോക്കിയേ, നീയാണ് ബിഗ് ബോയ്. കണ്ടോ, ഇവന്മാരെല്ലാം ചെയ്യുമ്പോ നീ ചെയ്തില്ലേ? മോശം. എന്താവോ ആവോ. കയാക്കിന് പോകുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയാണ് കയാക്ക് തുഴയേണ്ടത് എന്ന് പഠിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ആപ്ലിക്കബിൾ അല്ല. നീ പോകുന്നില്ലടാ? നീ പോകുന്നില്ലേ? ലൈഫ് ജാക്കറ്റ് ഇട്. നീ തുഴയണ്ട. എനിക്കും തുഴയണ്ട. ഞാൻ ഋഷിയും പിടിച്ചിരുന്നാ മതി. എനിക്ക് ചപ്പുചേട്ടൻ തുഴഞ്ഞോളാം, ഞാൻ തുഴയണ്ട. അതാണ് ഇവിടുത്തെ. എടാ ഒന്നും പറ്റിയില്ല, കൈയിട്ടടിച്ചാൽ മതി. മനസ്സിലായോ? ഫസ്റ്റ് ജിമ്മൻ ഒറ്റയ്ക്ക് തുഴയണം എന്ന് പറയാം. അവിടെ വീഴരുത്. ഷോ ഇട്ട് ഇറക്കിയിട്ട് അവിടെ പോയിട്ട് വീഴരുത് കേട്ടല്ലോ. നമ്മൾ ഓറഞ്ച് ബോട്ടില്ല പോട്ടോ. ഓറഞ്ച് ബോട്ടെ കയറുമോ? എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുന്നു. ബാ ഫിഷിനെ കാണിച്ചു തരാം. വിട്ടിരുന്നോ, പേടിക്കണ്ട കേട്ടോ. നീരുന്നോ. കാല് അപ്പ വെച്ചിരിക്കുന്ന പോലെ കാല് വേ. നീട്ടി വെക്കേ. അത്രേ ഉള്ളു. അവിടെ ഇരുന്നോണേ. അനങ്ങണ്ട കേട്ടോ. കണ്ടോ ഋഷി കയാക്കിൽ ഇരുന്ന കണ്ടോ. നിക്ക് വയ്യ. വെള്ളത്തിൽ തരണോ? ആഴരുത് അങ്ങോട്ട്. ഇനി നേരെ നോക്കിയിരിക്കും കേട്ടോ. നേരെ നോക്കിയിരുന്നാ. അനങ്ങരുത്. അവിടെ ഇരിക്കണം. എടാ ഇവിടെ നോക്കടാ. കപ്പ ഇരിക്കുന്നവരിരുന്നാ മതി കേട്ടോ. എങ്ങനെയുണ്ട് ഋഷി? ആർ യു എൻജോയ്? ഞങ്ങൾ എവിടെയാണ് ഗൈസ്? പറ, നമ്മൾ എവിടെയാ? കയാക്ക് എവിടെയാണ്? ഏത് സ്ഥലമാ? കടമക്കുടിയിൽ കയാക്ക് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ഇരിക്കണം. അനങ്ങരുത് കേട്ടോ. അനങ്ങാതിരിക്കണേ കേട്ടോ. ഹായ്, ഋഷിക്കുട്ടൻ ഇഷ്ടപ്പെട്ടല്ലോ. അവിടെ മൊത്തം കയാക്കാ. ഋഷ ക്യാമറ നോക്കി പറഞ്ഞേ. ഋഷിനെ കൊണ്ടുവിടുത്തേ? മതിയോ? തിരിച്ചു കൊണ്ടുവിടുത്തേ?
ഓക്കെ, അപ്പൊ നമുക്ക് ഋഷിനെ തിരിച്ചു കൊണ്ടുവിടാമേ. നിങ്ങൾ പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. എന്താ ഋഷി പറഞ്ഞേ? മതിയായില്ല എന്ന് കൊച്ചിനെ. മതി ഇപ്പൊ തൽക്കാലം കേട്ടോ. ഇനി അമ്മയോടെ പോയിരിക്കും കേട്ടോ. ആ സൂപ്പർ അല്ലേ ഋഷ? ഇഷ്ടപ്പെട്ടാ? യു ലൈക്ക്? ആ പിന്നല്ല. പിന്നെ കടമക്കുടി വന്നിട്ട് ഋഷി എന്ത് ചെയ്തു? കയാക്കിംഗ് ചെയ്തു അല്ലേ? കടമക്കുടി വന്നിട്ട് ഋഷി കയാക്കിംഗ് ചെയ്തല്ലോ. ആരാ? വൈദ്യുചേട്ടൻ വള്ളത്തിൽ പോയി അങ്ങോട്ട് കേട്ടോ. ശ്വേതാ, ആൾക്ക് തിരിച്ചു കയറണ്ട. എനിക്ക് മതിയായില്ലാന്ന്. എനിക്ക് മതിയായില്ലാന്ന്. ബാ കൊണ്ടുപോ. ഋഷി പൊക്കോട്ടോ. എനിക്ക് ഋഷി എൻജോയ് ചെയ്തടി. സ്റ്റോറിക്ക് ഇഷ്ടപ്പെട്ടോ? അത് സൂപ്പർ ആയിരുന്നോ ഋഷി? അടിപൊളി. അവൻ ഇഷ്ടപ്പെട്ടിടി. അവന് തിരിച്ചു പോകണ്ട. എനിക്ക് മതിയായില്ല എന്ന്. തിരിച്ചു പോകണ്ടെന്ന്. അതെ, ടാറ്റാ. അപ്പൊ പോയിട്ട് വരാമേ. അവന് മതിയായില്ല. അപ്പൊ ഇതാണ് അപ്പു. അഗസ്റ്റിൻ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പു എന്ന് വിളിക്കും. പുള്ളി ഇവിടെ കടമക്കുടിയിൽ കയാക്കിംഗ് സെന്റർ നടത്തുകയാണ്. നിങ്ങളുടെ കയാക്കിംഗ് സെന്ററിന്റെ പേരെന്താ? വാട്ടർ വോൾഫ് കയാക്കിംഗ് സെന്റർ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് പുള്ളിയുടെ ലൊക്കേഷൻ കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പുറകിൽ. വാട്ടർ മെട്രോ ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും ധാരാളം ആളുകൾക്ക് വാട്ടർ മെട്രോയിൽ വന്നിറങ്ങിയിട്ട് കയാക്കൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. കയാക്കിങ്ങിന് മാത്രമായിട്ട് ഇവിടെ വരുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ എത്ര കയാക്കിംഗ് ക്ലബ്ബുകളുണ്ട്? 6 കയാക്കിംഗ് ക്ലബ്ബുകൾ ഇവിടെ കടമക്കുടി തന്നെയുണ്ട്, ഇൻ ആൻഡ് അറൗണ്ട് പരിസരങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഈവനിങ്ങിലും രാവിലെയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്വന്തമായിട്ട് കയാക്ക് എടുത്തിട്ട് തുഴയാൻ അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് തുഴഞ്ഞ് ഇവിടുത്തെ കണ്ടൽ കാടുകളിൽ ഉള്ളിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാം. പിന്നെ ഇവർ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും പല തരത്തിലുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. സോ ഡു എക്സ്പ്ലോർ ഇറ്റ് ഗൈസ്. എറണാകുളത്തുനിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നാൽ പോരെ, നിയർ ബൈ അല്ലേ. ഇവരെ ഇടിപ്പിച്ചിട്ട് നിങ്ങളെവിടെന്നാ? ആലുവ. വെരി ഗുഡ്. ഋഷിക്കുട്ടനുണ്ട്, തിരിച്ചു കൊണ്ടുപോയി. ഋഷിക്കുട്ടൻ കയാക്ക് തുഴഞ്ഞ് മതിയായി. നിങ്ങളെല്ലാവരും ആലുവെന്നാണോ? ആലുവെന്നാ? ശരി. അപ്പൊ പാട്ടൊക്കെ പാടിയാണല്ലോ പരിപാടി. ആ ശരിയാ. ഋഷി ഇറങ്ങാൻ ബൈജു ചേട്ടൻ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഋഷി ചോദിക്കുക. എനിക്ക് മതിയായില്ല പോകണ്ടാന്ന്. എനിക്ക് മതിയായില്ല പോകണ്ടാന്ന്. മത്സരമാണ് കഴിച്ചത് ഇവിടെ. മത്സരം. കയാക്കാണോ വേഗത്തിൽ പോകുന്നത് അതോ വള്ളമാണോ വേഗത്തിൽ പോകുന്നത്? കയാക്കാണോ സ്പീഡിൽ പോവുക? കയാക്കിട്ട് ഞാനും കൂടി ഇരുന്ന് തുഴയാണെങ്കിൽ അതിൻ്റെ ഒപ്പം പിടിച്ചാൽ കിട്ടൂല. ഓ അതുകൊണ്ടല്ലേ? അത് ശരി. നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഇവിടെ ഇടയ്ക്കിങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം. കുറെ തുഴഞ്ഞു വന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന കാര്യം ഓർത്ത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുക. എങ്ങനെ പോകും? തന്നെ പോകുന്നുണ്ടോ? തന്നെ പോകുന്നുണ്ട്. ഞാൻ ഇത് ഈ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പോകുന്ന ഇത് തന്നെ അറബിക്കടലിൽ പോയിരുന്നോളൂ. ഇത് തന്നെ പൊക്കും, പ്രശ്നമൊന്നുമില്ല. ചായക്കടക്കാരൻ വരുന്നുണ്ട്. ചായ ഉണ്ടോ? ചായ തീർന്നോ? ചായ ഉണ്ടോ? ആയി അത് പൊളിച്ച്. വെള്ളം തരാം. ചായ തരുമോ? കയാക്കിലിരുന്ന് ചായ കുടിക്കാൻ പോവാണ്. നല്ല രസം. കയാക്കിലിരുന്ന് ചായ കുടിക്കുന്നു. കടമക്കുടിയുടെ സൺസെറ്റ്. അവിടെ സൺസെറ്റ് കാണുന്നു. കുടിച്ചിട്ട് കായലിലിടരുത് കേട്ടോ. വെള്ളം ഗ്ലാസിൻ്റെ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ കുപ്പി വയ്ക്കാൻ സ്ഥലമുണ്ട് ഇവിടെ. കടമക്കുടിയിലെ ഹൗസ് ബോട്ട് കണ്ടോ ഗൈസ്? നോക്കി, കടമക്കുടിയിലെ ഹൗസ് ബോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ പെട്ട് നിൽക്കുകയാണ്. അല്ല പെട്ട് നിൽക്കുകയല്ല, ടൈറ്റാനിക് വരുന്നൊരു ഫീൽ അല്ലേ അത് കാണുമ്പോഴത്തേക്കിനും? അത്ര വലിയ ബോട്ട് നമ്മൾ ചേർന്ന്
അങ്ങനെ നമ്മൾ കയാക്കൊക്കെ ചെയ്ത് നമ്മളൊരു വഴിക്ക് എത്തിയപ്പോഴത്തേക്കിനും അതാ നമുക്ക് അവിടെ സൂര്യൻ അറബിക്കടലിൽ അസ്തമിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കടമക്കുടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് നമുക്ക് കയാക്കിലിരുന്നും കാണാം, പുഴയിലിരുന്ന് കാണാം, എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാം. നമുക്കിപ്പോൾ തൽക്കാലം കരയിൽ കയറി കാണാം. കൊടാമ്പോ ആണല്ലേ? ഇത് ആക്ച്വലി ചേട്ടൻ ഇത് കോരി വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ചെമ്മീൻ ഇവിടെ തൂങ്ങി കിടപ്പുണ്ട്. എന്തോ ഒരു കുടിയും കിടന്നിട്ട് അത് പൊക്കാൻ പറ്റാതെ പുള്ളിയോടെ നിൽക്കുകയാണത് ബേസിക്കലി. ഇപ്പോൾ കണ്ടോ എനിക്ക് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ കുറഞ്ഞാൽ വെള്ളം വീഴും നമ്മുടെ ദേഹത്ത് ഉണ്ടല്ലേ. ഇങ്ങനത്തെ ഫിഷിംഗ് നെറ്റുകളില്ലേ, ഇത് കായലിലേക്കല്ലേ വെക്കുള്ളൂ അല്ലേ? കൊച്ചി ഭാഗത്തൊക്കെ അല്ല, കായലിൽ മാത്രമല്ലേ വെക്കുള്ളൂ, വേറെ മറ്റ് പാടങ്ങളിൽ വെക്കില്ലല്ലോ. ആഴം വേണം അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് നമുക്ക് മേളിലേക്ക് കയറാം. പരിപാടി കഴിഞ്ഞു. ബ്രോ താങ്ക് യു, അടിപൊളിയായിരുന്നു. ചില്ലായില്ലേ? കാപ്പിയോ? പോടാ, ചായയാണോ കുടിച്ചത്? നീ കാപ്പിയാണോ കുടിച്ചേ? ചായയാണോ കാപ്പിയാണോ എന്ന് പോലും അവരറിയത്തില്ല. ചേട്ടാ ചായ ഇല്ലായിരുന്നോ? കാപ്പി. സോറി ഗൈസ്, എൻ്റെ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്, സോറി. ശരി, സമ്മതിച്ച്. ചായ അല്ലായിരുന്നോ? കാപ്പി ആയിരുന്നല്ലേ? ശരിയാ, ചായ അവൻ തന്നത് ചായ എന്നാണ് പറഞ്ഞത്. ചായ എന്നാണ് ഇനി ഞാൻ ചായ ആയിട്ടാ കുടിച്ചത്. എനിക്ക് കാപ്പി ഇഷ്ടമല്ലല്ലോ, ഞാൻ കാപ്പി കുടിക്കാറല്ലോ. പക്ഷെ കുടിച്ച ചായ ആയിരുന്നു. വീടടുത്ത് കിടന്ന് ഉരുളാൻ കേസ്. എവിടെ ഇവിടെ എന്തോ അമ്മയും മോനും കൂടെ എന്നാ പരിപാടി? വീഡിയോ കണ്ടോണ്ടിരിക്കും. റീൽസ് കാണുവാണോ? റീൽസ് അല്ല, ഞങ്ങളത് എടുത്ത് അടിച്ചല്ലോ. മണം ഉണ്ടല്ലോ, ഭയങ്കര മണം ഉണ്ടല്ലോ. എനിക്ക് വേണ്ട, ഞാൻ വേർത്ത് കുളിച്ചിരിക്കുക. മനസ്സിലായി. ഞാനേ സൺസെറ്റ് എടുക്കട്ടെ, എനിക്കിപ്പോ വേണ്ട. എന്തുവാടാ പരിപാടി? കയാക്ക്? അവര് കയാക്ക് പേടിയാന്നും പറഞ്ഞോണ്ട് വന്നവരാ. ഇപ്പൊ സെറ്റായി. നമ്മൾ കയാക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ബൈജു ചേട്ടൻ എവിടെ കയറി? ആരാ മാങ്ങ പറിച്ചേ? കറയാവും കേട്ടോ. ഇങ്ങനെ പിടിച്ചോണോ? കറ പിടിക്കില്ല കേട്ടോ. ചേട്ടയ്ക്ക് അന്നേക്ക് വേണോ? നീ പിടിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടാത്. പിടിക്കാൻ കയ്യില്ല. ബൈജു ചേട്ടൻ മാവിൽ കയറി മാങ്ങ പറിക്കുകയാണ്. മാങ്ങ പറി ചെളിക്കുത്ത്, അങ്ങനല്ലേ? അവരോട് ബൈ പറ, പോവാന്ന് പറ. ആരോടാ ബൈ പറയണ്ടേ ഫസ്റ്റ്? ആരോടാ ഫസ്റ്റ് ബൈ പറയണ്ടേ? അയത്തിനോടാ ഫസ്റ്റ് ബൈ പറയണ്ടേ? നിനക്ക് ഫസ്റ്റ് ബൈ. ഇനി എല്ലാവർക്കും ബൈ പറഞ്ഞേ. ഈ ബൈജു ചേട്ടനോട് ബൈ പറഞ്ഞേ. ബൈ. എപ്പോ വരും? അവന്റെ ഫേവററ്റ് ആയിരുന്നു ബൈജു ചേട്ടൻ. അവനെ എടുത്തോണ്ട് നടന്ന ആൾക്കാരൊക്കെ അവന് ഭയങ്കര ഫേവററ്റാ. ഇനി ഈ അപ്പുച്ചേട്ടനോട് ബൈ പറ. കായാക്കി കയറ്റി അപ്പുച്ചേട്ടനോട് ബൈ പറ. ഓക്കെ. നിനക്കും ബൈ, എല്ലാവർക്കും ബൈ. ഇനി മുംബൈ വണ്ടി കയറി കേട്ടോ. ചേട്ടാ അവനെ വണ്ടി കയറ്റി ഇരുത്തിക്കേ. ബ്രോ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കാണാം. കയാക്കൊക്കെ അടിപൊളിയാവട്ടെ. അപ്പോൾ ചേട്ടനും പ്രത്യേകം നന്ദി. നിങ്ങളുടെ പരിപാടികളെല്ലാം ഭംഗിയാവട്ടെ. താങ്ക് യു. വന്ന നിങ്ങൾക്കും നന്ദി. താങ്ക് യു ഗൈസ്. എടാ, നിനക്ക് നിന്റെ കല്യാണത്തിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കടമക്കുടിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ തുടങ്ങി അപ്പനും അമ്മയും വീട്ടിലിരുന്ന് എന്നെ ഫോൺ വിളിച്ച് ബഹളമായിരുന്നു. ഞങ്ങൾക്കും പോകണം കടമക്കുടി എന്നും പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഇന്നലെ അച്ഛനും അമ്മേനെയും കൊണ്ടുവരാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരു കല്യാണത്തിനായിട്ട് കോഴഞ്ചേരിയിലേക്ക് പോയിരിക്കുന്നതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾക്ക് അച്ഛനും അമ്മേനെയും കൊണ്ടുവരുന്നത്. എന്തായാലും അപ്പനെ അമ്മേനെയും വിളിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കടമക്കുടിക്ക് പോവാണ്. പക്ഷേ ഇന്ന് പോകുന്നത് കടമക്കുടിയിലെ കോതാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതായത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് കായലിൻ്റെ തീരത്തുള്ള ബെൻസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ബെൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സ്റ്റേ വിത്ത് ലോക്കൽസ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സത്യം പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഞാൻ കാണുന്നത്. അതായത് തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാരോടൊപ്പം താമസിച്ച് ആ നാട് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് എൻ്റെ ഈ ഒരു യാത്രയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമുക്ക് ബെൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയോടൊപ്പം. അങ്ങനെ അമ്മയുടെ കടമക്കുടി അല്ലേ? അങ്ങനെ ഫൈനലി അമ്മ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കടമക്കുടി അല്ല, ബേസിക്കലി കോതാടെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കടമക്കുടി ദ്വീപുകളിൽ ഒരു ദ്വീപാണ് ഈ കോതാടെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും അമ്മയെ ഇന്ന് നമ്മൾ എന്തായാലും കടമക്കുടി കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ഇറങ്ങാം. കാരണം ഇപ്പോൾ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് നല്ല ചൂടാണ്.
ചൂടത്ത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ട് നമുക്ക് ഇവരെ കാഴ്ചകളൊക്കെ കാണിക്കാൻ ഇറക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആദ്യത്തെ ടീംസ് മിക്കവാറും നമ്മളായിരിക്കും. അതിനകത്ത് എനിക്ക് ഋഷിക്ക് എന്തായാലും ഫിഷും പ്രോൺസും ഉണ്ട്. ഇല്ലടാ, നീ കഴിക്കത്തില്ലേ? ഋഷി കഴിക്കത്തില്ലേ? അപ്പൊ തരാ കേട്ടോ. ബാക്കി ഇവർക്ക് എല്ലാരും വെജിറ്റേറിയൻ ആണ്. മാങ്ങാക്കറി ആണോന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഇവിടുത്തെ ബെന്നിച്ചേട്ടന്റെ വൈഫ് അഞ്ജു ചേച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഈ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. എന്ത് കിടില സ്ഥലമല്ലേ, എറണാകുളത്തിനടുത്ത് ഇത്ര നല്ല കിടിലൻ ആംബിയൻസിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു രക്ഷയില്ല കേട്ടോ. അവിയല്, കായും അച്ചിങ്ങ പയറും ഇട്ട് മെഴുക്കുവരട്ടി, ഇത് കോവയ്ക്ക, നമ്മുടെ വീട്ടിലുണ്ടാക്കി അപ്പ കഴിച്ചോളാം. നിന്റെ അത് ശരി, ഇപ്പൊ അവന്റെ ഫേവറേറ്റ് അല്ലായിരുന്നോ കോവയ്ക്ക? ഇപ്പൊ ആര് ശശിയായി? ഞാൻ ശശിയായി. എടാ നിന്റെ ഫേവറേറ്റ് അല്ലായിരുന്നോടാ കോവയ്ക്ക? 3 നേരം കോവയ്ക്ക കൊടുത്താലും തിന്നുകൊണ്ടിരുന്നവരാണ്. അതിപ്പോ അവന് കോവയ്ക്ക പൊരിച്ചു വെച്ചിരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു അവന് വേണ്ടാത്തത്. എക്സ്പ്രഷൻ ഒക്കെ നോക്കി എന്തുവാണ് എരിവാണെന്ന്. അപ്പ കഴിച്ചോളാമേ. ഉപ്പ കഴിക്കോ? കറി വേണോ? തരാമേ. ഇത് പ്രോൺസ് ആണ്, പിന്നെ ഇത് കരിമീനാണ്. പ്രോൺസും കരിമീനും പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണ വിഭവങ്ങളും കൂടെ ചേർത്താണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം കഴിക്കുന്നത്. കരിമീന് വാഴ ഇലയില് പൊള്ളിച്ചതാണ് ഈ കാണുന്നത്. പക്ഷേ കരിമീൻ വേണ്ടേ? തരാമേ. പശുമ്പ തൊടാൻ പോയി കഴിഞ്ഞാൽ പശുമ്പ കുത്തും നിന്നെ. ഇത് കഴിച്ചേ. എന്നാ എരുമ? അതെ എരുമ. എങ്ങനെയുണ്ട് കരിമീൻ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഈ സ്ഥലം കാണിച്ചു തരാം. ഞങ്ങൾ ലഞ്ചിൻ്റെ സമയമായപ്പോഴത്തേക്കിനാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ലഞ്ചായിരുന്നു. കാരണം എല്ലാവരും വിശന്നാണ് വന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശരിക്കും ആസ്റ്റർ മെഡിസിറ്റിയുടെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1-1.5 കിലോമീറ്റർ അത്രയും ദൂരമേ ഉള്ളൂ നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ ഹോം സ്റ്റേയിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു. ഇവിടെ മുമ്പിൽ തന്നെ ഒരു ജാമ്പയ്ക്കയുടെ മരമൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കുറേ തെങ്ങും മാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് ഒരു വീട് കാണാം. ഈ കാണുന്ന വീടാണ് നമ്മുടെ ഹോം സ്റ്റേ. എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ബെന്നിച്ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് ആ കാണുന്ന വലിയ വീട്, ആ ബംഗ്ലാവാണ് ബെന്നിച്ചേട്ടൻ്റെ വീട്. സോ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റൂം ടൂർ നടത്താം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾക്ക് പോകാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ അവിടെ ഊഞ്ഞാലിൽ തൂങ്ങിയിട്ടുണ്ട്. നട്ടുച്ച വെയിലത്ത് നമുക്കിപ്പോൾ പുറത്തിറങ്ങണ്ട. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാം. ഇവിടെ ഓടി കിടപ്പുണ്ട് കണ്ടാ. ഋഷിക്ക് അടുപ്പിക്കാമേ. പിന്നെ ഇവിടെ മുമ്പില് ഋഷിനെ ഞാൻ അടുപ്പിക്കട്ടെ. അടിച്ചോ അവിടെ ഉണ്ട്. അടി മണി അടിച്ചാൽ അപ്പുറത്തുനിന്ന് അവർ ഓടി വരും ഇല്ലേ? ഇവിടെ റൂം കാണിക്കും. റൂം ടൂർ പറ. വെള്ളമില്ല. അതൊരു ചെറിയ പ്ലഞ്ച് പൂളാണ്. വെള്ളം നിറച്ച പ്ലഞ്ച് പൂളായി. ബിഗ് ബോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുമ്പിൽ കൂടെ വാട്ടർ മെട്രോ ഒക്കെ പോകുന്നുണ്ട്. ഋഷി റൂം ടൂർ നടത്താമോ? ആണോ? ഹൈക്കോട്ട് ജെട്ടിന്ന് സൗത്ത് ചിറ്റൂര് പോകുന്നതാണോ? ആണല്ലേ? ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അവൻ അത്രയും പറഞ്ഞല്ലോ. ഓക്കെ, ഋഷി റൂം ടൂർ ചെയ്യുന്നതാണ്. ഇതാണ് റൂം. ഓക്കെ, ആ റൂമിൽ 2 ആനയുണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട്? ആനത്തോടാ 2 ആനയില്ലേ അവിടെ? ഒന്നേ ഉള്ളൂ. അത് ഒരു ആനയുടെ റിഫ്ലക്ഷൻ ആയിരുന്നല്ലേ മറ്റത്. നമുക്ക് തൊടാമേ. ആദ്യം റൂം ടൂർ നടത്താം, എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ തൊടാം. ഇതാണ് വലിയ മുറി. ഇതാണ് വലിയ ബെഡ്. എത്ര ബെഡ് ഉണ്ട്? 2 ബെഡ് ഉണ്ട് അല്ലേ? 2 ബെഡ് ഉണ്ട്. ഇത് ഋഷിക്ക് കിടക്കാനുള്ള ബെഡാണോ? പിന്നെ ഋഷി എവിടെ കിടക്കുന്നേ? അതാ അവിടെ അപ്പായും അമ്മയും കിടന്നു. ഋഷി അപ്പുറത്ത് കിടന്നു. ഋഷി വലിയ ബിഗ് ബോയ് ആയില്ലേ. ഇവിടെ ബാത്റൂം കാണിച്ചു കൊടുക്ക്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ ഇൻവേർട്ടറും ബാക്കി അലമാര അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം കണ്ടോ നോക്ക്. ഓപ്പൺ ബാത്റൂം ഇല്ലേ? ബാത്റൂമിൽ വന്ന് ഷവർ ഏരിയ ആണോ? ഓക്കെ, ഷവർ ഏരിയ ആണ്. ഇവിടെ മൊത്തം കല്ലുണ്ട്. ഋഷിക്ക് കല്ലെടുത്ത് കളിക്കാനായിട്ട്, കല്ലെടുത്ത് എറിഞ്ഞ് കളിക്കാനായിട്ട് നിറച്ച് കല്ലുണ്ട്. ഇതൊരു ഓപ്പൺ ബാത്റൂം ആണ്. നമുക്ക് ഇവിടെ തെങ്ങ് കാണാം. തെങ്ങിന്റെ മേളിൽ ആരെങ്കിലും തേങ്ങ ഇടാൻ കയറിയാൽ മാത്രമേ അകത്തേക്ക് കാണുള്ളൂ. അങ്ങനെ ആരും കയറൊന്നുമില്ല. എന്താണ് ഇവിടെ? എന്താ ബക്കറ്റും കപ്പും ആണോ? ബക്കറ്റും കപ്പും. അപ്പൊ നമുക്ക് ഇവിടെ തെങ്ങൊക്കെ കണ്ട് ആസ്വദിച്ച്. വാഷ് ബേസിൻ ഉണ്ട്. ഇതെന്താ ഇത്? ക്ലോസറ്റ് എന്തിനു ഉപയോഗിക്കുന്നതാ?
പിള്ളേർക്ക് പോട്ടി ചെയ്യാനും മൂത്രം ഒഴിക്കാനോ? അപ്പൊ വലിയ ആൾക്കാർക്കില്ലേ? ഇല്ലേ? പിള്ളേർക്ക് പോട്ടി ചെയ്യാനും മൂത്രം ഒഴിക്കാനും ഉള്ള സാധനമാണ് കേട്ടോ അത്. ഓക്കെ, കുഞ്ഞു സാധനം. ഓഹോ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആൾക്കാർക്കല്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ക്യാമറ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ബാക്കി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് തെങ്ങിലെ ഓലയും തേങ്ങയും ഒക്കെ കണ്ട് എണ്ണി നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത, അല്ലേ? എന്താ ഋഷിക്ക് ഇവിടെ നിന്ന് കുളിക്കാമല്ലോ അല്ലേ? പുറത്ത് നോക്കി നിന്ന് ഇവിടെ നിന്ന് കുളിക്കാമല്ലോ അല്ലേ? യെസ്, മതി മതി, വെള്ളത്തിൽ കളിക്കണ്ട. ഋഷി, നിനക്ക് ഇങ്ങ് വന്ന് അഞ്ചു ചേച്ചിനോട് പറഞ്ഞു നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറ. ആ, പ്രോൺസ് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. അത് എനിക്ക് പോലും തന്നില്ല. പ്രോൺസ് അവൻ കഴിച്ചു തീർത്തു. കരിമീൻ ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്തു. ആ, ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? അഞ്ചു ചേച്ചിയാ ഉണ്ടാക്കിയത്. താങ്ക് യു പറഞ്ഞോ. ഓ, താങ്ക് യു അഞ്ചു ചേച്ചി. ഓ, ഈ സ്ഥലത്തിന്റെ പേര് കോതാണ്. ആ, ആണോ? ആ, പിന്നെ വെള്ളമൊക്കെ ബോട്ടൊക്കെ കാണാം. നല്ല വീരത്തുള്ള വാട്ടർ മെറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ വാട്ടർ മെട്രോ ഉണ്ടോ? ഓക്കെ, വേറെന്തുണ്ട്? പിന്നെ നമ്മള് ബോട്ട് വന്നില്ല. ആ, നമ്മള് വലിയ ബോട്ട് വന്നില്ല. നമ്മുടെ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബോട്ട് അല്ലേ? ഓക്കെ. ഋഷിനി എവിടെ പോകണ്ട? ഋഷിക്ക് ബോട്ടിലാണോ കയറണ്ടേ? ആണോ? നമുക്ക് ബോട്ടിൽ കയറാമേ. ഏത് ബോട്ടിലാ പോകണ്ടേ? ബിഗ് ബോട്ട് വേണോ സ്മോൾ ബോട്ട് വേണോ? ബിഗ് ബോട്ട്. ഇത് മതിയോ? ഈ ബോട്ടിൽ കയറാൻ മതിയോ? ബ്രൗൺ കളറിലെ ബോട്ടാണോ ഇത്? ബ്ലാക്ക് ആണോ ഇത്? ആ, അത് ശരി. ഓക്കെ. അപ്പൊ ഇതാണ് ബെന്നിച്ചേട്ടൻ. ബെന്നിച്ചേട്ടൻ ഹായ്. ബെന്നിച്ചേട്ടന്റെ വീടാണിത്. ഇവിടെ താമസിക്കുന്നു. ശരിക്കും ഇത് കോതാടെന്നല്ലേ പറയുന്നേ? 14 ഐലൻഡ്സ് ഉള്ള കടമക്കുടിയില് ഒരു ഐലൻഡ് ആണ് കോതാട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കണ്ടെയ്നർ റോഡിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ആ സ്ഥലം. ഋഷിക്ക് ബോട്ട് ഓടിക്കണോ? ആ, ബോട്ട് സ്റ്റാർട്ട് ചെയ്തല്ല. ഓടിക്കണോ? ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ഈ ബോട്ട്? നല്ലതാണോ? കൂടുതൽ അങ്ങോട്ട് പോരുത് കേട്ടോ, താഴെ വീഴും കേട്ടോ. ഇവിടെ നിക്കണേ, പിടിച്ച് ഏതാ? വെള്ളത്തിലോ? വെള്ളത്തിൽ മുങ്ങിപ്പോവും. ചായ ആണോ? ഓക്കെ. കോഴിക്കട്ടയാണോ? കഴിച്ചോ കേട്ടോ. ഇഷ്ടമാണോ? കഴിച്ചോണേ. അവിടെ ഇരുന്ന് കഴിച്ചോ. ആ കസേരയിൽ കയറി ഇരുന്ന് കഴിച്ചോ കേട്ടോ. വാശി എന്ന് നോക്കിയേ, വാശി. ഋഷ, ഇങ്ങോട്ട് കയറിക്കേ. അമ്മ കടമുകടി കാണണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവനെ കളിപ്പിച്ചോണ്ടിരിക്കുവോ അല്ലേ? മധുരം വേണ്ട, മധുരം വേണ്ട, സാരമില്ല. അതെ, മൂണ് വന്നെന്ന് അവിടെ. എവിടെ മൂണ്? ആ, മൂൺ വന്നവിടെ. എങ്ങനെയുണ്ട്? അമ്മ വിചാരിച്ച കടമുകടിയാണോ ഇത്? ഞാൻ വീഡിയോ എടുക്കും, ഞാൻ വീഡിയോ എടുക്കുവേ. കരച്ചിലെടുത്ത് നോക്കണ്ടോ ക്യാമറ ഉടക്കി കരച്ചിലെടുത്ത് ഈ വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിലിടും. കരഞ്ഞാലേ കരച്ചിലെടുത്തേക്ക് കണ്ടോ. ക്യാമറ ഓണാക്കിയപ്പോ കരച്ചിൽ എടുത്തിയുണ്ടോ അമ്മ? ഇനി ഇവ കരഞ്ഞ ക്യാമറ ഓണാക്കിയാ മതി കേട്ടോ. ആണോ? ആരാ അടിച്ച അമ്മേനെ? പറ. ഇന്ന് ഫ്ലാറ്റിൽ പോണോ ഹോട്ടലിൽ താമസിക്കണോ? അന്നാ ഇവിടെ ഇരിക്കും. ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ ഇരിക്കും. പിന്നെ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല, അതിന്റെ കലിപ്പ മൊത്തം. മുഖം കണ്ടില്ല, കണ്ണൊക്കെ കണ്ടില്ല, കലങ്ങിയിരിക്കുക. ഉച്ചക്ക് ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത ഒരു രക്ഷയില്ല. ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ബോട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇനി ഉറങ്ങിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇന്ന് രാത്രി 8 മണിയാകുമ്പോഴേക്ക് ആശം കിടന്ന് ഉറങ്ങിക്കോളും. അമ്മയും മോനും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണേ, അമ്മ അടി പിടിച്ച് പിണങ്ങിയിരിക്കുകയാണ് ഋഷിനോട്. ഋഷി വന്ന് കൂട്ടുകൂടാൻ വേണ്ടി അമ്മയുടെ അടുത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ മുഖം വെച്ചിട്ടിരിക്കുന്നത് നോക്കിക്കോണേ. ഇതാണ് അവസ്ഥ. രണ്ടും കൂടെ അടിയാണ്. രണ്ടും എപ്പോഴും അടിയാണ്. രണ്ടും അടിയാണ്. എപ്പം നോക്കിയാലും അടിയാണ്.
അവിടെ സൺസെറ്റ് കണ്ടോ? അങ്ങ് ദൂരെ ഫിഷിംഗ് നെറ്റിന്റെ പുറകിൽ അവിടെ സൺസെറ്റ് നടക്കാൻ പോകുന്നു. എന്തോരം ഫിഷിംഗ് നെറ്റാ ഇവിടെ. എത്ര ഉണ്ട് ഋഷി? എത്ര ഫിഷിംഗ് നെറ്റ് ഉണ്ട്? അത്ര ഉള്ളോ? ഇനിയില്ലേ? കൗണ്ട് ചെയ്യ് ബാക്കിയും കൂടെ. അത്ര അറിയത്തുള്ളോ കൗണ്ട് ചെയ്യാൻ? അത്ര അറിയത്തുള്ളൂ. അപ്പൊ 10 ഉള്ളു കേട്ടോ ചേതാ. ഞാനേ ശ്രുതി മിസ്സിനോട് വിളിച്ചു. ശ്രുതി മിസ് നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ, എന്റെ മോനെ 20 വരെ അറിയത്തില്ല കേട്ടോ. 10 അറിയത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊന്നും കൗണ്ട് ചെയ്യത്തില്ല. ഈ ഫിഷ് വെള്ളത്തിന്റെ അടിയിലാണോ? ആ, അടിയിലാ ഫിഷ് ഉള്ളത്. ഇടക്കിടക്ക് വന്ന് പറന്നു പോകും. താഴെ താഴെ. അമ്മക്ക് ഇത് ഏതാ പാലെന്ന് മനസ്സിലായോ? കണ്ടെയ്നർ റോഡില്ലേ, ആ കണ്ടെയ്നർ റോഡാണിത്. ഇവിടെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി, അതായത് നമ്മൾ ആസ്റ്റർ ഒക്കെ ഉള്ള ആസ്റ്റർ ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, അതിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഈ പാലത്തിനടിയിൽ കൂടെ ഈ ബോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. ആ, പോകും തോന്നുന്നു കേട്ടോ. ഓ, അറ്റപ്പറ്റാണോ? എന്റെ ദൈവമേ, കറക്റ്റ് അറ്റപ്പറ്റ. ഋഷ, പാലത്തിന്റെ അടിയിലാണോ നമ്മളിപ്പോ? ആണ്, കറക്റ്റ് ആണോ? മേളില് മുട്ടത്തില്ല. തിരിച്ചു വരുമ്പോ വെള്ളം കേറിയാ ചിലപ്പോ മുട്ടിയതൊക്കെ ആയിരിക്കും. അടിപൊളി. ശരിക്കും കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ടെർമിനൽ റോഡ്. കളമശ്ശേരി മുതൽ നെല്ലാർപാടം ആ ഒരു ഭാഗം വരെ പോകുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു റോഡ്. എന്താ പറ്റേ? ഹോട്ടലിലാണല്ലോ ഇന്ന് നമ്മള്. ആ, അതോ ഫ്ലാറ്റിൽ പോണോ? അതെന്താ വേണ്ടത്? ഒറ്റയ്ക്കാണോ? ആളാ, സാരമില്ല കേട്ടോ. ഞങ്ങളിപ്പോ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സൗത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ കാണുന്നതാണ് സൗത്ത് ചിറ്റൂർ വാട്ടർ മെട്രോ സ്റ്റേഷൻ. അതായത് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിക്കൊക്കെ അടുത്തുള്ള ഒരു വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ പണ്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് കയറിയിട്ട് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് തൊട്ട് മറുകരയിലേക്ക് പോകാനുള്ള ജങ്കാറൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് മൂലമ്പള്ളി പള്ളി കാണാൻ സാധിക്കും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ചർച്ച് അല്ലേ. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ജങ്കാറിൽ ബൈക്കും സൈക്കിളും ഒക്കെ കൊണ്ടുപോയിട്ട് ആളിറങ്ങുന്ന കേട്ടോ. അതായത് അപ്പുറത്തുനിന്ന് ഇവിടെ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് അത് പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കണ്ടെയ്നർ റോഡിന്റെ അടിയിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. വാവ്, അടിപൊളി അല്ലേ. ഇപ്പൊ ഇവിടെ ഹൈറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ പോയ ഭാഗം ഹൈറ്റ് കുറഞ്ഞ ഭാഗമായിരുന്നു. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത എന്ന് പറയും. ആ ദേശീയ ജലപാതയിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ ദേശീയ ജലപാത 3 ഉദ്യോഗമണ്ഡ കനാൽ എന്നും പറഞ്ഞുകൊണ്ട്, കൊച്ചി 13 കിലോമീറ്റർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇതൊക്കെ ഉണ്ട്. കണ്ടില്ലേ? റെഡ് കണ്ട ഇതില്? ആ റെഡ് കാണുന്നതാണ്. അവിടം വരെയാണ് ഞങ്ങൾക്ക് 2018 ഫ്ലഡ് വന്നപ്പോ വെള്ളം പൊങ്ങിയത്. അതാ ഹൈറ്റാണ് മാർക്ക് ചെയ്തത്. ഋഷ, ഈപ്പനെ കാണണ്ടേ? ഈപ്പൻ വരും കേട്ടോ. ഇപ്പൊ ഉറങ്ങുമോ അതിന് മുന്നേ? ഓ, എടാ ഹോട്ടലിലാ നമ്മളിപ്പോ ഉള്ളത്. ആ, ഇനി ഏത് ഹോട്ടലിലാ പോകണ്ടേ? ഇനി ഏത് ഹോട്ടലിലാ പോകണ്ടേ? വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോണോ? ഈ ഹോട്ടലിൽ പോരെ? ഈ കാണുന്ന വൈറ്റ് ബോട്ട് കണ്ടോ? ഇത് ഫ്ലോട്ടിംഗ് സ്റ്റേ ആണ്. അതായത് അത് മൂവ് ചെയ്യുന്ന ബോട്ടല്ല. അതിനകത്ത് 2 റൂംസ് ഉണ്ട്. ബെന്നിച്ചേട്ടന്റെ ബോട്ടുകളാണ് ഇത് മൊത്തം. കണ്ടില്ലേ? ഇവിടെ ഫോറിനേഴ്സ് വരെ വരുന്നുണ്ട്. ഇവിടെ കയാക്കൊക്കെ ഉണ്ട്. ആക്ച്വലി ഇപ്പം സൺസെറ്റ് ആയി, അപ്പം ഇരുട്ടി. നമുക്കിനി ഇപ്പം നാളെ രാവിലെ കയാക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇത്. ദേശീയ ജലപാതയിൽ നമുക്ക് കയാക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടില്ല, ഇത് കണ്ടോ? ഇതൊക്കെ മറ്റേ കൂട് കൃഷി എന്ന് പറയും. അതായത് മത്സ്യങ്ങളെ ഇങ്ങനെ കായലിൽ തന്നെ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ആ കൂട്ടിനുള്ളിൽ മത്സ്യങ്ങളെ വളർത്തും. അതായത് നാച്ചുറൽ വെള്ളവും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മത്സ്യങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ ഫുൾ പ്രൊട്ടക്ഷനും പരിപാടികളൊക്കെ ആകുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഈ കൂട് കൃഷികളാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പം മോട്ടറൈസ്ഡ് ആണ്. നിങ്ങൾ ബൈക്ക് വെച്ചില്ലല്ലേ? സാധാരണ ബൈക്കാണ് എല്ലായിടത്തും കാണുന്നത്. കറണ്ട് കിട്ടും. ഓ, അത് ശരി. ഓക്കെ, മോട്ടർ വെച്ചിട്ട് വല പൊക്കുകയാണ്. മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇത് ലക്കാണ്. ചില സമയത്ത് നമുക്ക് ഈ ഫിഷൊക്കെ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ചെമ്മീൻ ഉണ്ടാവും, ചില സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. കാര്യമായിട്ട് രാത്രി എന്തായാലും കിട്ടും അല്ലേ? രാത്രി ലൈറ്റ് ഇട്ടിട്ട് അട്രാക്ട് ചെയ്യും. അത് ശരി. ഇപ്പൊ കാര്യമായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ ഇതെല്ലാം കൂടെ വന്നേനെ. ഇവിടെ ചെമ്മീൻ മാത്രമേ കിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും കിട്ടുമോ? വലിയ മീനെ കിട്ടും. വലിയ മീനൊക്കെ ഭാഗ്യം പോലെ. ഈ ഉപ്പ് സീസണിലാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം ചെമ്മീനെ കിട്ടും. അത് ശരി. ഓക്കെ. ടൈഗർ പ്രോൺ
Tiger prawn. യാ പ്രോൺസ് Tiger. അടിപൊളി, മോശമില്ല ഇത് കുറവാണ്. രാത്രി ലൈറ്റ് ഇട്ടതിനെ കൂടുതലിട്ട്. ആണല്ലേ, അടിപൊളി. കാണിച്ചേ, ഇത് കുറെ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഉണ്ട്. പടക്കുന്ന ഇത് എന്തൊക്കെയാണ്? ഇത് കൊഞ്ച്, കാരച്ചെമ്മീനുണ്ട്, കാരച്ചെമ്മീന് ഉണ്ടാവും, ചിലപ്പോ ചൂടനും ഉണ്ടാവും. ബാക്കി കിട്ടണ നമുക്ക് സാധാ പൊടിമീനുകളാണ്. അത് ശരി. ഓക്കെ, കൊള്ളാം. ഇങ്ങോട്ട് വരാൻ നേരം ഭയങ്കര ആക്രാന്തം, ശുഷ്കാന്തി ആയിരുന്നു. തിരിച്ചു വന്നേരം പേടിയാ വന്നു. Two. But this is only 1/4 size. It will become 4 times bigger. എനിക്ക് ആക്ച്വലി ബെന്നിച്ചേട്ടന്റെ ശരിക്കുള്ള വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളി വീടാ കേട്ടോ, നല്ല വാട്ടർ ഫേസിങ് വീട്, പൊളിയല്ലേ. ഋഷി ഊഞ്ഞാലാടുവാണോ? ഋഷി തന്നെ ഊഞ്ഞാലാടിയോ? അയ്യോ, ഋഷി ബ്രേവ് ബോയ് ആയോ? പേടിയായിരുന്നല്ലോ, ഇപ്പൊ പേടിയൊക്കെ പോയോ? ആഹാ, ആരോ ഫാസ്റ്റ് ആയിട്ട് ആടുന്നേ? അമ്മൂമ്മയാണോ ഋഷിയാണോ? ആണോ? ഹായ്, ഗുഡ് ബേബി. വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഈ കാണുന്നത് കണ്ടോ? ഇത് തെങ്ങ്. ഈ തെങ്ങ് നിൽക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. അതിന്റെ വേരിവിടെയാ. അതാണ്, ആ തെങ്ങിന്റെ വേരിവിടെയാണ്. അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ടോ? അതൊരു വെറൈറ്റി തെങ്ങ് കേട്ടോ, അടിപൊളിയാണേ. ഋഷിക്കുട്ടൻ റെഡി ടു ഗെറ്റ് ഇൻ kayaking. പോ. എവിടെ ഇരിക്കുന്നേ? ചേട്ടന്റെ പേര് ചോദിച്ചോ നീ? എന്താ ചേട്ടന്റെ പേര്? ചേട്ടന്റെ പേര് ചോദിക്കേ. വിഷ്ണു ചേട്ടനാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്ക് നിന്റെ മോൻ കാണുന്നില്ല. ഋഷിക്ക് കയാക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഋഷിക്ക് ഇന്നലെ പേടിയായിരുന്നു, പക്ഷെ ഇന്ന് കയാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്നലെ തന്നെ കയാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോ നേരെ ഇരുട്ടി. എന്നിരുന്നാലും ജസ്റ്റ് ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാക്കി നാളെ ചെയ്യാം. ഓ, എന്താ ബുദ്ധേ? ഇപ്പം വരും കേട്ടോ. ഇപ്പോ ഋഷ ഹാപ്പി? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു പറ ചേട്ടനോട്. അപ്പനാ തൊഴിഞ്ഞത്, അപ്പനോടും താങ്ക് യു പറ. അപ്പനാടാ തൊഴിഞ്ഞത്, അപ്പനോടും താങ്ക് യു പറയടാ. അങ്ങനെ. ആരാ? എവിടെ? ആരാ ഈപ്പൻ? ഋഷിയുടെ ഫ്രണ്ടാണോ ഈപ്പൻ? അതാണോ പുറകി വരുന്നത്? ആ ഒളിച്ചു നിൽക്കുന്നത് ഋഷിയുടെ ഫ്രണ്ട് ഈപ്പനാണോ? ആണോ? ഈപ്പനാണോ ഒളിച്ചു നിന്ന് വരുന്നത്? ആണോടാ? എത്ര നേരം ഈപ്പൻ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഹായ് ഈപ്പൻ. ഹായ് ബ്രോ. ഹൗ ആർ യു? നിങ്ങൾ ക്ഷീണിച്ചില്ലടി? ക്ഷീണിച്ചില്ലേ? ഇവിടെ പാടാ. രണ്ടുപേരും ക്ലാസ് ഒക്കെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, മോൾക്ക് അവിടെ ഒരാൾക്ക് ബഹളമായി. അച്ചോടാ. താങ്ക് യു പറഞ്ഞോ ഈപ്പനോട്? രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണേ. എന്തുവാടാ ഈപ്പ? ഋഷി പോവാണോ? അച്ചാച്ചൻ്റെ കൂടെ പോവാണോ? പിന്നെ ഈപ്പന്റെ കുറ്റം പറയാൻ വേണ്ടി കയറിയിരിക്കുകയാണോ? ഈപ്പന്റെ വീട്ടില് കുറെ ടോയ്സ് ഉണ്ടോ? നീ പോന്നോ ഈപ്പന്റെ അടുത്ത്? അയ്യോ, ഇവിടെ ഒരു കലാപമായിരുന്നു ഇവിടെ. എന്തുവാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലവ് യു ബേബി. ഇന്നലെ ഞങ്ങൾ ഈപ്പന്റെ കൂടെ കളിച്ച് ക്ഷീണിതനായി അല്ലേ? അല്ലാതെ ഉറങ്ങാത്തത് ഉറക്കം തീർത്തതല്ല നമ്മളല്ലേ. ഈപ്പന്റെ കൂടെ കളിച്ച് ക്ഷീണിതനായി ഞങ്ങൾ അവശനായി കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി ആയപ്പോ പറയാണ്, അപ്പാ നമുക്ക് ഹോട്ടലിൽ പോവാന്ന്. അടാ ഇത് ഹോട്ടലാന്ന് പറഞ്ഞു. അല്ല, ഇത് വീടാണ്. അടാ ഇത് ഹോം സ്റ്റേ ആടാ എന്ന് പറഞ്ഞിട്ട്, അല്ല ഇത് വീടാ, ഇത് നമുക്ക് ഹോട്ടലിൽ പോവാം, ഹോട്ടലിൽ വേണമെന്ന്. എടാ നമ്മൾ INB ട്രിപ്പ് ചെയ്തപ്പോ നമ്മൾ ഫുള്ള് വീട്ടിലല്ലേ താമസിച്ചത്, ഓർമ്മയില്ലേ? നമ്മൾ എത്ര വീടുകളിൽ താമസിച്ചു അല്ലേ? ഋഷി ഓടി കളിച്ചു. അന്നേരം അവന് ഹോട്ടൽ ഇഷ്ടമല്ലായിരുന്നു, വീടായിരുന്നു ഇഷ്ടം ഓടി കളിക്കാനായിട്ട് അല്ലേ? അപ്പൊ ഇന്ന് നമ്മളിപ്പോ കോതാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പൊ കോതാടും കളമക്കൊടിയാടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കളമൊടി പോയപ്പോഴത്തേക്കും അപ്പനും അമ്മയ്ക്കും
കടമ്പക്കുടി കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ കടമ്പക്കുടി ആൻഡ് കോതാട് ഇൻ നിയർ ബൈ ഏരിയ. സോ വി ഹാവ് സീൻ ദാറ്റ്. പിഴല്ല, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് എഴുപുന്നയിലേക്കാണ്. എഴുപുന്ന ശ്വേതയുടെ നാടാണ് എഴുപുന്ന എന്ന് പറയുന്നത് അല്ലേ? യെസ്, അമ്മയുടെ എവിടെ എഴുപുന്ന പോവും. അത് കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയിൽ പോവും. ആലപ്പുഴയിൽ നമ്മൾ ഹൗസ് ബോട്ടിൽ പോവും. നമ്മുടെ കേരളത്തിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കണ്ടേ അല്ലേ? കേരളത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും പിന്നെ അതേപോലെ തന്നെ ഓഫ് ബീറ്റ് സ്ഥലങ്ങളും അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി കൾച്ചർ ട്രഡീഷൻ നമ്മൾ ഇൻട്രോയിൽ കാണിക്കുന്ന പോലെ അങ്ങനെ പല സംഭവങ്ങളും. ബൈ ബൈ, സീ യു.